എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എന്ത് ചെയ്യുന്നു? പെരുന്നാളൊക്കെ എല്ലാവരും ആഘോഷിച്ചോ? എന്തായാലും മറ്റുള്ളവർക്ക് ഒരു അവധി കിട്ടി അല്ലേ? വീക്കെൻഡുമായി. അതെന്തായാലും നന്നായി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമ്മൾ മൂവിങ് ഓൺ നോക്കിയിട്ട് ഒരുപാട് നാളായി മൂവിങ് ഓൺ. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറഞ്ഞാൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന എന്തുകൊണ്ടാണ്? മനുഷ്യരാണ്, എനർജീസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അതുമല്ല ഒരുപാട് ന്യൂ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും എനർജീസ് ഒന്നും നമ്മൾ നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ പുതിയ ആൾക്കാരുടെ എനർജീസ് കണക്റ്റ് ആവുമോ, നേരത്തെ ഉള്ളവരുടെ കണക്റ്റ് ആവുന്നോ, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ? ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസിനേറ്റ് ആകാൻ ശ്രമിക്കരുത്. ഓക്കെ, ന്യൂട്രലായി നിന്ന് മാത്രം റീഡിങ് കാണുക. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷനൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി അറിയാൻ സാധിക്കുമോ? ഡൗട്ട്ഫുള്ളായിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ ഓൾറെഡി പേഴ്സണൽ റീഡിങ് എടുത്തവരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചാലേ എനിക്ക് അതിന് മറ്റുള്ളവരാണ് അഭിപ്രായം പറയേണ്ടത് അല്ലേ? എൻ്റെ റീഡിങ് ആക്യുറേറ്റ് ആണെന്ന് ഞാൻ പറയുന്നതിലല്ലല്ലോ അർത്ഥം. റീഡിങ് എടുത്തിട്ടുള്ളവർ അഭിപ്രായം പറയുന്നവിടെയാണ് നമുക്ക് ഓക്കെ എനിക്കത് റെസനേറ്റ് ആയി അല്ലെങ്കിൽ കറക്റ്റാണ് പറഞ്ഞത് എന്നും മറ്റുള്ളവർ പറയണം അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും എൻ്റെ റീഡിങ് ആക്യുറേറ്റ് ആയിരിക്കുമെന്ന് അല്ലേ? അപ്പം നിങ്ങൾക്ക് റീഡിങ് എടുത്തിട്ടുള്ള ആരെങ്കിലും അറിയാമെങ്കിൽ അവരോട് ചോദിച്ചിട്ട് കണക്ട് ചെയ്തോളൂ. ഓക്കെ, നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, റീഡിങ്ങിലേക്ക് പോയാലോ നമുക്ക്? ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് മൂവ് ഓൺ ചെയ്തു പോകും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും അവർ ചെയ്യാൻ ശ്രമിക്കുക? എൻ്റെ വ്യൂവേഴ്സ് ഈ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകാൻ പോകുന്നു എന്ന് ഇവരെ അറിയിച്ചാൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട്. ടെമ്പറൻസ് താഴെ വീണു കേട്ടോ. എംപറർ, Star, Knight of Wands, Eight of Pentacles, Ace of Wands, രണ്ട് കാർഡ് വന്നു. Knight of Cups and Strength, Three of Cups, Sun, Ace of Swords, King of Cups, Nine of Cups. ആദ്യമായിട്ട് അവർ അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ വല്ലതും ഓടും, ദൈവത്തിനോട് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു മൂവിങ് ഓൺ എന്നുള്ളൊരു കാര്യം ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ആ ഒരു എന്താ പറയുക, ഒരു ബാലൻസ് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കണം. ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ടാവുക. ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം. മൂവ് ഓൺ ചെയ്ത് പോകുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കരുത് എന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കുമെന്നാണ് ആദ്യം കാണുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സോഷ്യൽ കോൺഷ്യസ്നെസ് കൂടുതലുള്ള ഒരു വ്യക്തിയായിരിക്കാം കേട്ടോ. അതായത് കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ ഇമേജ്, ഇവരെ കുറച്ച് അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ ഫീൽഡിൽ ഇവർ ഫേമസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാം അവർക്കൊരു ബോധറേഷനാണ്. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് പറയും കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ഓക്കെ, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നറിയാമല്ലോ, എനിക്ക് എല്ലാം ആലോചിച്ചിട്ട് മാത്രമേ തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി സമയം തരണം. മൂവ് ഓൺ ചെയ്ത് പോകണ്ട. പ്രാക്ടിക്കലി നമുക്കൊരു സൊല്യൂഷൻ അതിന് കണ്ടെത്താം, പക്ഷേ കുറച്ചുകൂടി സമയം അവർക്ക് തരണം. ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾ അവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ അവർ പറയും. വളരെ പ്രാക്ടിക്കലായിട്ട് പറയും കേട്ടോ. സ്റ്റാർ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ കേസ് ബൈ കേസ് എടുത്തോളുക കേട്ടോ. കുറേ പേരെങ്കിലും വന്ന് പറയും നിങ്ങൾ അവരുടെ ലക്കി ചാമാണ്.
നിങ്ങൾ വന്നതിന് ശേഷമാണ് അവർക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങളെ വിട്ട് കളയാൻ അവർക്ക് ആഗ്രഹമില്ല, ദയവ് ചെയ്ത് പോകരുത് എന്ന് തന്നെ അവർ പറയും. ഓക്കെ, നിങ്ങളെപ്പോലുള്ള ഒരാളെ അവർക്ക് കിട്ടുമെന്ന് അവർ സ്വപ്നത്തിലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ആ ഭാഗ്യം കൈവിട്ട് കളയാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അവരെ വിട്ടു പോകരുത് എന്നുള്ള രീതിയിൽ അവർ പറയും. നൈറ്റ് ഓഫ് വോൺസ് വെച്ചിട്ട് ദൂരെ ആണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ, നിങ്ങളിൽ നിന്നും ലോങ് ഡിസ്റ്റൻസിലാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് അവർ ഓടിയെത്തും നിങ്ങളുടെ അടുത്തേക്ക്. ഒരു ക്വിക്ക് ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. കാര്യങ്ങൾ സംസാരിച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാക്കാം, പറഞ്ഞ് സംസാരിച്ച് ശരിയാക്കാം എന്നുള്ള രീതിയിൽ അവർ ഓടിയെത്തും. നിങ്ങളുടെ റിലേഷനിൽ എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം പരിഹാരം കണ്ടെത്തി, നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കണമെങ്കിൽ ചോദിച്ച് സൊല്യൂഷൻസ് കണ്ടെത്തി, പരിഹാരങ്ങൾ കണ്ടെത്തി നിങ്ങളുമായിട്ടൊരു ന്യൂ റിലേഷൻ, ഒരു പുതിയ തുടക്കം, വഴക്കെല്ലാം അവസാനിപ്പിച്ച് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണം എന്നുള്ള രീതിയിൽ അവർ ശ്രമിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അവർ പലരും അവരുടെ സുഹൃത്തുക്കളെ കൂടി ഇൻവോൾവ് ചെയ്തിട്ട് സുഹൃത്തുക്കളുടെ സഹായം ചോദിക്കാൻ സാധ്യതയുണ്ട്. അവരോടൊന്ന് പോയി സംസാരിക്കാവോ, വിട്ടുപോകുന്നു എന്നൊക്കെ പറയുന്നു, ഒന്ന് സംസാരിച്ച് നോക്കാമോ എന്നുള്ള രീതിയിൽ അവർ പറയും. ഒരു ചിലർ പറയും ഒരിക്കലും അവർക്ക് നിങ്ങളെ വിട്ട് കളയാൻ പറ്റില്ല, ഒരു തരത്തിലും അവർ നിങ്ങളെ പോകാൻ അനുവദിക്കില്ല. കാരണം നിങ്ങളാണ് അവരുടെ ലൈഫിലെ വെളിച്ചം. ആ വെളിച്ചം കെടുത്തി കളയാൻ അവർക്ക് ആഗ്രഹമില്ല. അപ്പോൾ തീർച്ചയായും അവർ ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കും എന്ന് തന്നെ കാണുന്നുണ്ട്. അവർക്ക് അവരുടെ ഫീലിങ്സിനെ പറ്റിയൊരു റിയലൈസേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണെന്ന് അവർക്ക് ആ റിയലൈസേഷൻ വന്നിട്ടില്ലെങ്കിൽ ആ റിയലൈസേഷൻ അവർക്ക് വരും. ഓക്കെ, ഇവരില്ലാതെ നമുക്ക് പറ്റില്ലല്ലോ എന്നുള്ളൊരു സിറ്റുവേഷൻ അവർ മനസ്സിലാക്കും എന്ന് പറയുന്നു. കിങ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും അനങ്ങാപ്പാറയായിട്ട് സ്നേഹം മനസ്സിൽ വെച്ചിട്ട് മിണ്ടാതെ ഇരിക്കുകയായിരുന്നെങ്കിൽ അവർ അത് തുറന്ന് പറയും എന്നും കാണുന്നു കേട്ടോ. അല്ല, വിട്ടു പോകരുത്, അതായത് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നഷ്ടപ്പെടുന്ന പോലെയാണ്. അതവർക്ക് പറ്റില്ല. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റാണ്. വേറെ എന്തൊക്കെ അവരുടെ ലൈഫിലുണ്ടെങ്കിലും നിങ്ങളും കൂടി ഉണ്ടെങ്കിലേ അവരുടെ ജീവിതം സഫലമാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹം അവർ തുറന്ന് പറയും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. 8 ഓഫ് വോൺസ് തീർച്ചയായും ഓടിയെത്തി എത്രയും പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ അടുത്ത് സാധ്യമാവാൻ വേണ്ടിയിട്ട് അവർ എന്ത് ലെവലിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യും എന്ന് പറയുന്നു. നിങ്ങളോട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ അവർ ശ്രമിക്കും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, വല്ലാത്ത മിസ്സിങ് എനർജിയിലായി പോകും. അവർക്ക് ഉറക്കം നഷ്ടപ്പെടും. എന്താ പറയുക, ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വീണ്ടും സ്ട്രെസ്സ് ഒരുപാട് അനുഭവിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അങ്ങനെ മൂവ് ഓൺ ചെയ്തൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞ അവരുടെ കാര്യം എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, അവർക്ക് പറ്റില്ല. ആ സ്ട്രെസ്സ് ഷെയർ ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ അടുത്താണ്. അപ്പം നിങ്ങളില്ലാതായ എന്ത് ചെയ്യാൻ പറ്റും? 4 ഓഫ് വോൺസ് വെച്ച് പലരും ശരി അടുത്ത ഘട്ടത്തേക്ക് നമ്മുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരും എന്നും കാണുന്നു. എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ എന്ത് തന്നെയാലും, ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അതിനെല്ലാം അവസാനിപ്പിച്ച് ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണം എന്നുള്ള രീതിയിൽ അവർ പറയും എന്നും അവർ പറയുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കുറച്ച് ഇമോഷണലായിട്ട് പെരുമാറാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ദേഷ്യപ്പെടാം, ചിലപ്പോൾ കരയാം, നിലവിളിക്കാം. ഓക്കെ, അങ്ങനെ കുറച്ച് ദേഷ്യത്തിൽ കെട്ടിപ്പിടിച്ച് കരയാം. അങ്ങനെയൊക്കെ ഉള്ള വികാരപ്രകടനങ്ങൾ ചെയ്യാനും സാധ്യതയുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ജസ്റ്റിസ് അവർ പറയും അറിയാമല്ലോ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു സെപ്പറേഷൻ കേസോ അങ്ങനെ എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ആ കാര്യം പറയും, അറിയാമല്ലോ, അതിൻ്റെ തീരുമാനമാവാതെ നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതുവരെയും ഒന്ന് വെയിറ്റ് ചെയ്യൂ, അതിൻ്റെ ഒരു തീരുമാനം അറിയും വരെയും ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിൽ അതും അവർ പറയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ലവേഴ്സ് വെച്ചിട്ട് അവർ പറയും നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, നിങ്ങൾ എങ്ങനെ അവരെ വിട്ടുപോകും, അവരെ വിട്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് അവർ തീർച്ചയായിട്ടും ചോദിക്കും കേട്ടോ. വിട്ടുപോകാൻ അവർ സമ്മതിക്കില്ല. കാരണം നിങ്ങളില്ലാത്തൊരു ലൈഫ് അവർക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഒരു ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളെ വിട്ടു പോകാനൊന്നും അവർ സമ്മതിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും കാണുന്നത് കേട്ടോ.
അപ്പോൾ ആകെ മൊത്തം മൂവിങ് ഓൺ നിങ്ങൾക്കൊരു ഓപ്ഷനായിട്ട് നിങ്ങളുടെ പേഴ്സൺ തന്നിട്ടില്ല എന്ന് തന്നെയാണ്. എനിക്കൊരു ഹാർട്ട് ബ്രേക്കിൻ്റെയും, അതായത് മൂവ് ഓൺ ചെയ്ത് പോയിക്കോളൂ എന്ന് പറയുന്ന ഒരു കാർഡും എനിക്കിവിടെ കിട്ടിയില്ല. ഓക്കെ, ഞാൻ വീണ്ടും ഷഫിൾ ചെയ്ത് നോക്കി. അവർ സ്ട്രെസ്സിലേക്ക് പോകും, ടെൻഷൻ അടിച്ചിരിക്കും, വെയിറ്റ് ചെയ്യാൻ പറയും എന്നൊക്കെ അല്ലാതെ മൂവ് ഓൺ ചെയ്ത് പോയിക്കോളൂ എന്ന് പറയുന്ന ഒരു കാർഡും എനിക്കിവിടെ കിട്ടിയില്ല. ഓക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ പേഴ്സൺ മൂവിങ് ഓൺ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ സമ്മതിച്ച് തരും എന്നുള്ളത്. ഓക്കെ, ഇന്നും ചെറിയ റീഡിങ് തന്നെയാണ് ഇടുന്നത്. ഓക്കെ, പലർക്കും എക്സാംസും കാര്യങ്ങളൊക്കെയാണ് എനിക്കറിയാം. അപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ടെ. ഞാൻ ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസ് നാളെ ഇടുന്നുണ്ട് കേട്ടോ, അത് കണ്ടോളണം. ഓക്കെ, പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ വേറെന്താണ്, മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.